ബിഗ് പ്രാങ്ക്സിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതേപോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. കാണാം. പുതിയ താമസക്കാര്. പുതിയ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പരിചയമില്ല. എനിക്ക് തരണത് വേറെ വിഷയമുള്ള കാര്യമില്ല. മനസ്സിലായി? നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതാണ് കഴിച്ചു ശരി. ഞാനേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൊണ്ട് ഞാൻ ഉണ്ണിയെ വിളിച്ച് കാണിച്ച പണി മനസ്സിലായില്ലേ? ഇവന്റെ റാറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇവന്റെ റാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റാറ്റ് നല്ല കൂട്ടിയാകും. പിന്നെ ഇങ്ങനെ പണി ഫുള്ള ഞാനാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര വെള്ളോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളോടി എന്ന് വെച്ചാൽ പൈസ ഉണ്ട്, മപ്പു പൈസ. പക്ഷെ വെള്ളോടിയുടെ ആശ എപ്പോഴും വെള്ളത്തിൽ തന്നെ. പിന്നെ ഇങ്ങനെ പണിക്ക് ഇങ്ങനെ വിളിച്ച് നമ്മൾ പോവാണെങ്കിൽ ഇങ്ങനെ ഭാര്യ കലിക്കും. ഇങ്ങനെ ഭാര്യ മുട്ടം കലിക്കും. നമ്മളിപ്പം വേറൊന്നുമല്ല, അങ്ങനെ കൂടെ വെള്ളം ഓടിക്കാൻ പോണ്ട. നമ്മൾ കൂടെ അങ്ങേരെ കണ്ടാൽ മതി. നമ്മളാണ് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഭാര്യ ഞാനായിട്ട് ഭയങ്കര വഴക്കായി. നമ്മൾ പണി ചെയ്തിട്ടേ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ ഇങ്ങനെ ഭാര്യ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ എല്ലാം നമ്മളാണ് വാങ്ങണത്. ഇങ്ങനെ കൂടെ ഇന്ന് വെള്ളം അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണത്. നമുക്ക് മാനറിയാലോ, ഞാൻ പൈസ നമ്മളിപ്പോ വെള്ളം അടിക്കുമോ വേറെ കാര്യമില്ല. നമ്മള് പൈസ മുടക്കും, ഷെയറിടും, പോയി അടിക്കും. പണി വിട്ടുകളയല്ലേ, അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോളാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഭാര്യ പറഞ്ഞെങ്കിൽ മാത്രമുള്ള തീനെയുള്ളു. അവരെ ഭയങ്കര ഉടായിപ്പ്. ഇങ്ങനെ പൈസക്കൊന്നും ഇല്ല, പണിയുടെ അതല്ല, വേറെ ഒരു വിഷയമുള്ള കാര്യമല്ല. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആ രാവിലെ അടിച്ച് തെറ്റി കേട്ടോ. രാവിലെ ഫോമിലാണല്ലോ. രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടില്ല. രാവിലെ വരും പുള്ളിക്കാരൻ അങ്ങന്ന് പറഞ്ഞത്. നെല്ലിക്കുഴി എന്ന് പറഞ്ഞത്. നെല്ലിക്കുഴി എന്ന് പറഞ്ഞത്. നെല്ലിക്കുഴി എന്ന് വന്നത്. അവിടെ രാവിലെ വന്നാലും സാധനം കാണും. ഇപ്പൊ നമുക്ക് പണിയൊന്ന് നോക്കിയാ മതി. പണിയൊന്ന് നോക്കി സെറ്റ് ചെയ്യാം. നമ്മളൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി രണ്ടെണ്ണം കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല. കഴിക്കുമല്ലോ. എത്ര നമ്മള് നീ കണ്ടില്ല ജോലി? സ്ക്വയർ ഫീറ്റ് എത്ര കഴിയും? എങ്ങനെയാണ് നിങ്ങളെ റേറ്റ്? ഇപ്പൊ നമുക്ക് സ്റ്റെയറും അടിക്കണം. വർക്ക് ഏരിയയിൽ അവിടെ 4 ഷീറ്റ് കൂടണം. സ്റ്റെയർ എന്ന് വെച്ചാൽ ഇരുമ്പിലെ സ്റ്റെയർ. അതാണ് നമുക്ക് അടിക്കേണ്ടത്. ഉണ്ടവനൊക്കെ വെക്കല മറ്റേ ഷാപ്പിന്. സൈറ്റ് ഒന്ന് കണ്ട എനിക്ക് ഒന്ന് അറിയാൻ പറ്റും. ഞാൻ ശിവരാജനുള്ള കൂടെ അവിടെ നിന്ന് ചാലിച്ച കഴിച്ച അവിടെ നിന്ന് ഞാൻ ഓടി നമ്മൾ രാവിലെ വിളിച്ചപ്പോ സാധനമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ എവിടെ പോയാണ് 2 എണ്ണം കഴിച്ചെന്നറിയാം. നമുക്കിപ്പോ എങ്ങനെ പിടിക്കാൻ പറ്റും അവനറിയാൻ നമുക്കൊരു ചെറിയ കമ്മീഷൻ കാര്യങ്ങൾ വരും. അതിനങ്ങോട്ട് ചേർത്ത് പറയണം. ഞാൻ പറയാം. സാധനം നോക്കാൻ പണി നോക്കാൻ പറ്റുമോ? നോക്കാൻ ആര് വന്നിട്ട് ആരും വന്നില്ലല്ലോ. ആരും വന്നില്ല. ആര് വെള്ളത്തിന്റെ കണ്ടില്ല. ഇവിടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന അങ്ങനെ കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടില്ലെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞാ നമ്മളപ്പോ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ സംസാരം കേട്ടായിരുന്നല്ലോ. ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ കണ്ടില്ലല്ലോ. അവിടെ ഇരിക്കണം. നമ്മള് കണ്ടില്ലല്ലോ. നമ്മള് കണ്ടില്ല. ഇങ്ങോട്ട് ഞാൻ കണ്ട്. ഇങ്ങോട്ട് വരാൻ ഞാൻ കണ്ടെത്തും.
ഞാൻ മൂത്രം വെച്ചോണ്ടിരിക്കായിരുന്നില്ല ഇവിടെ. മൂത്രം ഒഴിക്കുന്നത് അല്ലാതെ വീടിന്റെ മണ്ടയ്ക്കാണോ മൂത്രം ഒഴിക്കുന്നത്? നീ എന്താ ഇങ്ങോട്ട് വന്ന? നിങ്ങൾ രാവിലെ എന്തും പറഞ്ഞ അവിടുന്ന് ഇറങ്ങി? രാവിലെ എന്തും പറഞ്ഞാണ് അവിടുന്ന് ഇറങ്ങിയത്? പണി സൈറ്റ് നോക്കാൻ പോണോ? പണി സൈറ്റ് നോക്കാൻ പോണത് ഇവിടെയാ? ഇപ്പൊ അങ്ങനെ പണി സൈറ്റിൽ പോയിട്ട് അതിലെ കുറിഞ്ഞു. ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് എന്താ കിട്ടാത്തെ? ഇല്ലായിരിക്കും. നിങ്ങൾ രാവിലെ വെൽഡിങ്ങിന്റെ പണിക്കോ ആരാണ്ടെ കാണാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? കാണാൻ വന്നല്ലോ. കാണാൻ വന്ന ആളാണ് ഇരിക്കുന്നത്. കണ്ടു തീർന്നില്ലേ? കണ്ടു തീർന്നില്ലേന്ന് ഇതുവരെ? നീ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യപ്പോ നിങ്ങളുടെ പുറകെ നടക്കുക. നിങ്ങൾ നേരം എടുത്ത് എന്തും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി നദിമ പറ. പണിയുണ്ടെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ? പണിയോ? ഇവിടാണോ പണി? ഇവിടെ വന്നിരുന്നാണോ പണി? അതിന് ആള് വന്ന് നിക്കണല്ലേ നമ്മൾ സൈറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എന്തുവാ ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് വന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഈ ആവശ്യമില്ല റോഡ് നീളെ നടന്ന് വെള്ളം അടിക്കരുന്ന് ഞാൻ പറഞ്ഞോ? നീ വിളിച്ചോണ്ട് വെള്ളം അടിപ്പിക്കുന്നുണ്ടോ? ചേച്ചി കണ്ട ചേച്ചി ഞാൻ വിളിക്കണം. ഇപ്പൊ കണ്ടതല്ല, എന്റെ കണ്ണിന് കണ്ടതാ. ഞാൻ കണ്ടില്ല ചേച്ചി, കണ്ടില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ എന്റെ പേര് പറയല്ലേ. ഞാൻ അന്നേ അവിടെ ഞാൻ സൈറ്റിൽ ബാക്കി പണി ചെയ്യാതെ വന്നത് നിങ്ങൾ ഈ സംസാരം കൊണ്ടാണ്. അവരെയൊക്കെ പറയണത്. പിന്നെ അവനെ പറയാതെ ഇപ്പൊ അവൻ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ വേറെ ചേച്ചി ഞാൻ വിളിച്ചില്ലേ ചേച്ചി? ഞാൻ വിളിച്ച മാമനാണോ? പൈസ എന്തിയെ? അവിടെ വെച്ചിരുന്ന ആ ടൈലിന് കൊടുക്കാൻ പറ്റുന്ന പൈസ എന്തിയെന്ന് ഞാൻ നാളെ കൊണ്ട് വെച്ചേക്കാണ്. എനിക്ക് നാളെ വേണം. ഇപ്പൊ പൈസ താ. നിങ്ങളുടെ ആര് പറഞ്ഞു ഞാൻ എടുത്ത് അവിടെ വെച്ചിരുന്ന പൈസ എടുത്തോണ്ട് പോയി വെള്ളം അടിക്കുന്നത്? അവിടെ 2 കുപ്പി മേടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അടിച്ച പോരായോ? അത് വേറെ ആവശ്യത്തിന് വെച്ചേക്കണ സാധനം. ഏത് ആവശ്യത്തിന്? ഞാനറിയാം എന്താ ആവശ്യം. ഞാൻ അറിയാതെ തൊട്ടൂടെ കൈ ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞേക്കാം. എന്റെ ബർത്ത്ഡേ അന്ന് പൊട്ടിക്കാൻ വേണ്ടി ബർത്ത്ഡേ അന്ന് പൊട്ടിക്കുന്നത് ഞാൻ പൊട്ടിക്കാൻ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് പൊട്ടിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പണി രാവിലെ പണിയാൻ വന്നത് നിങ്ങൾ ഇവിടെ എന്താ കാണിച്ചോണ്ടിരിക്കും? വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ കൊട്ടാരത്തിന്റെ പണി പിടിച്ച് അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിന്റെ പണി. ആരുടെ കൊട്ടാരം? അവിടെ മുകളിലത്തെ സാഹിബിന്റെ കൊട്ടാരം. സാഹിബിന്റെ കൊട്ടാരം? സാഹിബൊക്കെ പോയി. സാഹിബിന്റെ കൊട്ടാരം കൊട്ടാരത്തിൽ സ്റ്റെപ്പെല്ലാം ഇടിഞ്ഞു. അതെല്ലാം കൂടെ പണി എല്ലാം കാശ് കിട്ടുന്നത്. അല്ല സ്റ്റെപ്പ് എല്ലാം കൂടെ പണിയണം. കൊട്ടാരൊക്കെ ഇടിഞ്ഞു വീഴും. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. കൊട്ടാരം ഇടിഞ്ഞിരുന്ന് ഞാൻ കേട്ടില്ലല്ലോ. നീ പോ, ഞാൻ വരാം. പോ. ഞാൻ എവിടെ പോവാൻ? നീ പോ. അല്ല നിങ്ങൾ എന്തായാലും വന്നിരിക്കുക. എന്നാ ജോലിക്ക് വിളിച്ചു അങ്ങനെ വന്നതാ? ജോലിക്ക് വിളിക്കാൻ വന്നിട്ട് ഇവിടുന്ന് വെള്ളം അടിക്കണേ എന്റെ ഇങ്ങേറെ കൈയിരിക്കുന്ന കാശെല്ലാം കൊണ്ട് നിങ്ങൾക്ക് വെള്ളം മേടിച്ചു. ഇങ്ങേറെ ചങ്ങക്കാലം മാറ്റിട്ട് നിനക്ക് അങ്ങനെ ജോലി മേടിക്കാനാ? മുമ്പേ ഉള്ള സ്വഭാവം. എന്റെ സ്വഭാവം നമ്മളെ ഞാൻ ഇപ്പൊ എന്നാ അവിടെ നല്ലിക്കുഴിന്ന് വിളിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയേ ഉള്ളൂ. നിങ്ങൾ നല്ലിക്കുഴിയില ഏത് കുഴിന്ന് വേണേലും വന്നോ? എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ മേടിച്ച് വെള്ളം ചെന്ന് കുടിക്കാൻ എന്താ പറയലത്? വാങ്ങിച്ചാണോ എന്റെ പൈസ? പൈസ പൈസ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ കാണാത്ത കാര്യം പറയല്ലേ. ഞാൻ വാങ്ങണം. നിങ്ങൾ കണ്ട നിങ്ങൾ വാങ്ങണതോ എടുക്കണതോ ഒന്നും ഞാൻ കണ്ടില്ല. ഇപ്പൊ 3 പേരുടെ ഇവിടെ ഇരിക്കണുണ്ടോ? അതിപ്പോ പണിയുടെ കാര്യത്തിന് വിളിച്ച് ഇവിടെ വന്നതേ ഉള്ളൂ. പണിയുടെ കാര്യത്തിന് വിളിച്ച് ഇവിടെ വന്നേ. അതെ നിങ്ങൾക്ക് ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണോ? ഞാൻ വഴക്കുണ്ടാക്കാൻ മതിയാണോ? ഈ ജോലിക്ക് വിളിക്കാനെന്നും പറഞ്ഞിലേക്ക് ആളിനെ കാണാമെന്ന് പറയുമ്പോൾ പിന്നെ വെള്ളം അടിക്കാൻ സെറ്റപ്പ് ആക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഷീറ്റ് ഒക്കെ ഇട്ട് ഇവിടെ ആണെങ്കിൽ പൊത്താനൊക്കെ ഇരുന്നാണല്ലോ. ഈ പൊത്താനൊക്കെ മാറിയിട്ട് ഷീറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ഇവിടെ സ്ഥിരം വെള്ളടിയാണോ? അതിന് ഞാൻ എന്താണ് തലം കുത്തിയിരിക്കണോ? വീട്ടിലാവണ്ടെന്ന് പറഞ്ഞ് അവന്റെ പറച്ചിൽ കേട്ടാ അവനെ വിട്ടുള്ള ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണെന്ന്. എവിടെ ഇങ്ങോട്ട് പോവാ? നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എവിടെ പോണോന്നാ നിങ്ങൾ പറയണേ? അല്ലെ നിങ്ങൾക്ക് നാണമില്ലേ? രാവിലെ ഒരാള് ചോദിക്കാതെ ഒരാള് എന്റെ അടുത്ത് പറയാൻ നീ അവരുടെ അടുത്ത് പറയാ. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാണമുണ്ട്. നിങ്ങൾ ഇന്നല്ലേ ഇങ്ങനെ കാണുന്നത്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആരെ? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇങ്ങനെ കൂടി ഇരിക്കുന്നവരെല്ലാം വെള്ളമടിക്കാരാ. ഓസിന് വെള്ളമടിക്കാൻ വരുന്നവരെ ഇങ്ങനെ കൂടി ഇരിക്കുന്നത്. നീയും അങ്ങനെ തന്നെയാണല്ലോ. കാര്യത്തിന് വിളിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ വന്നതേ. നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും നിങ്ങൾ വെള്ളം അടിച്ചിട്ടില്ലേ? ഞാൻ വെള്ളം ഇതൊക്കെ വീട്ടിൽ പോയി കിടക്കി പോയി. അടിച്ചാ വയറ്റി കിടക്കണം. മൂക്കറ്റം കൂട്ടി വെച്ചിരിക്കാൻ വീട്ടിൽ ഇരിക്കുന്ന പൈസ എടുത്തോണ്ട് വന്ന് കൂട്ടുകാരന്മാരുടെ കള്ളു കുടിച്ചിട്ട് ഇപ്പൊ ന്യായം പറയുന്നോ?
നിങ്ങൾക്ക് മിണ്ടട്ടം മുട്ടിയ താഴെ താഴെ ഇറങ്ങി ആളെ ഇറങ്ങി ഇരിക്കും. അപ്പുറത്ത് കുഴിയാണ്. ഇവിടെ ഇവിടെ ഈ കല്ല് അവൻ എന്നെ പണിക്ക് വരാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ച് ഇന്ന് ഇവിടെ വന്നതാ. ഈ പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഇവിടെയൊക്കെ പോയിട്ട് അല്ല ഇവിടെ ഇരിയണ്ണ, ഇവിടെ ഇരി, ഇവിടെ 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 വന്നിരി. വേണ്ട ഹലോ, നിങ്ങൾ ഇവിടെ വന്നിരിക്കും മനുഷ്യ. അവിടെ, അവിടെ. കാലമാടൻ എന്റെ തലേ കയറി അന്ന് തുടങ്ങി ഇങ്ങനെ വന്നിരിക്കാനേ. അങ്ങോട്ട് എവിടെയെങ്കിലും ഇരുത്തണം. ഇവിടെ ഇരുത്തിയാ വീഴും. ഇതോ അവിടെ ഇരുത്തുന്നില്ല. അങ്ങ് വീട്ടെ എന്റെ കയ്യിൽ നിന്ന് ഒഴി വരാം. അവിടെ പോണം. വേണ്ട നടക്കുന്നു പൊക്ക്. നിങ്ങൾ പൊക്കണോ? പൊക്കാനെന്ന് എവിടെയെങ്കിലും പോയി കുടിച്ചിട്ടാണോ വന്നത്? എവിടെങ്കിലും പോയി രാവിലെ എവിടെ നിന്ന് അങ്ങനെ 2 കാലിലാ വന്നത്. ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന 8 കാലിൽ നിൽക്കുന്നു. പൊക്ക്. എനിക്ക് അറിഞ്ഞൂടാ. എവിടെ പോണു? എവിടെ? അവന് വെളിവില്ല, അവന് വെളിവില്ല. നേരെ പൊക്കാനെന്ന്. ഞാൻ എടാ നിങ്ങൾ അങ്ങനെ പൊക്കാനെന്ന്. എടാ പൊക്കാനെന്ന്. പിടിയാണോ? പിടിച്ചാണോ? എണിയാണോ? എന്നാ എന്നാ പണി നോക്കാൻ പോണ്ടേ? പണിക്ക് പോണ്ടേ? എവിടെ എവിടെ പണിക്ക് പോകാനാ? എന്നാ വെള്ളി എണ്ണ വാ. എന്നാ പിടിയാണോ? പിടി പിടി. പിടിയാണോ? മൂക്കറ്റം മേടിച്ച് കുടിക്കുമ്പോ ഓസിന് കുടിക്കുമ്പോ ഇതിങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടാവുന്നേ. നമ്മളെ കുടിക്കണമെങ്കിൽ നമ്മളെ ആവശ്യത്തിന് ആ. കുടിക്കണം. നമ്മള് ആരെയൊന്നും പിന്നല്ലാതെ ഇപ്പൊ എന്താ ഇപ്പൊ ഭയ്യാണോ? ചേച്ചി ഇവിടെ കിടത്തട്ടെ, പിന്നീട് വന്ന് വിളിച്ചോണ്ട് പോകും. ഇവിടെ കിടത്തി നിന്റെ മുട്ടുകാലിയും തല്ലി ഓടിക്കും. പൊക്കടാ, 2 പൊക്കിക്ക അങ്ങനെ. ചേച്ചി നമ്മൾ എന്തിനു ചെയ്യുന്നു? നമ്മളെന്തൊരു ചെയ്യാൻ ഞാൻ വന്നപ്പോ എന്തിനു കണ്ട് മാമൻ കണ്ട കാര്യം തന്നെ. ഞാൻ ഇപ്പൊ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈ പുള്ളിയെ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വരുത്തിയത്. ആര് വരുത്തി? ചേച്ചി നമ്മൾ എവിടെ നിന്ന് നമ്മളാണ് ഇപ്പൊ വന്നതെന്ന് അറിയാമോ? എടാ എനിക്ക് നിങ്ങൾ എവിടുന്ന് വേണേലും വന്നോ, എനിക്കിത് അറിയേണ്ട കാര്യമില്ല. എന്റെ വീട്ടിൽ ഇരുന്ന പൈസ എടുത്തോണ്ട് വന്ന നിങ്ങൾക്കും കൂടെ വെള്ളം മേടിച്ചു തന്നത്. അണ്ണാ പൈസ നിങ്ങളെ പൈസ ആരെടുത്തണ്ണാ? പൈസ എടുക്ക്, വെള്ളം അടിച്ച് പൈസ എനിക്കത് അറിയേണ്ട കാര്യമില്ല. നിങ്ങളാണ് പുള്ളിയുടെ കൂടെ വെള്ളം അടിച്ചപ്പോ അവർക്ക് ബോധം വെക്കണമെന്നില്ല. 10,000 രൂപ എന്റെ അടുത്ത് ആ പൈസ വല്ലതും പറഞ്ഞു ഞാൻ പറയാം. വല്ലം പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്തൊക്കെ വയസ്സിന് മൂത്തായോണ്ടാണ് ഞാൻ ഒന്നും പറയാം. പിന്നെ നീ എന്നെ എന്താ ചെയ്യാനാ? നീ ഒന്ന് പറഞ്ഞു നോക്കടാ. നീ പറഞ്ഞു നോക്ക്. നീ എന്ത് വിചാരിച്ചേ? ആ കിടക്കുന്ന കിടപ്പുവണ്ടിയിലേക്കോ വെട്ടിയിട്ട വാഴ പോലെ ഒറ്റ ചവിട്ട് കൊടുക്കണം കേട്ടോ. ആ ചേച്ചി നമ്മള് പോയിട്ട് വരട്ടോ. എവിടെ പോണ്? നമ്മള് പോയിട്ട് എന്റെ പൈസ എന്നിട്ട് പോയാ മതി. എന്റെ പൈസ നിങ്ങളെ പൈസ നമ്മളെടുത്താ വെള്ളം അടിക്കുന്ന നിങ്ങളല്ലയോ? ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എന്തുവാ? ഇവിടെ വന്ന് ഇരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പണിക്ക് വിളിച്ച് ഇവിടെ വന്ന് ഇരുന്നപ്പോ നമ്മൾ വെള്ളം അടിച്ചു. നിങ്ങൾ 3 നേരം നേരം ഇരിക്കുന്നത്, 3 നേരം നോക്കിയേ ഫോൺ എടുത്തിട്ട് അവിടെ കിടക്കുന്നു. ഇനി നിങ്ങളിപ്പോ വേറെ എവിടെ പോയി കുടിച്ചെന്ന് ചോദിക്ക്. അങ്ങേരെ അവിടുന്ന് ഇപ്പൊ 2 കാലയിലാ വന്നത്. ഇപ്പൊ എത്ര കാലയിലാ കിടക്കുന്നു നോക്കി? അതാര് മുഖനെ? പിന്നെ നോക്കുവാണോ നിങ്ങള്? നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് പോവൂല. ചാക്കൊക്കെ എടുത്തിട്ട് അവിടെ ഇരി. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് പോവും. പിന്നെ ഞാൻ വരുമ്പോ നിങ്ങളോട് കൂടി ഇരിപ്പുണ്ടായിരുന്നോ? ചേച്ചി നമ്മളോട് ഉണ്ടായിരുന്നു, നമ്മള് അപ്പോഴേ വന്നതേ ഉള്ളൂ. ആ പുള്ളി എവിടെ ചെന്ന് കുടിച്ചിട്ട് വന്നതാണ്. നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ ജോലിയുടെ കാര്യത്തിന് എന്നാര് പറഞ്ഞു? എന്നാ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ 3 നേരം വെള്ളം അടിച്ചോ? അതെനിക്കറിഞ്ഞു. വെള്ളം അടിച്ചിട്ടില്ലേ അങ്ങനെ കിടക്കുന്നത്? ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ അടിച്ചെങ്കിൽ അത് എന്റെ ആവശ്യം. എന്തുവാ നിങ്ങൾ അടിച്ചില്ലയോ? നിങ്ങൾ 3 നേരം അടിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് അടിക്കത്തില്ല, അതറിയത്തില്ലയോ? ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ വെള്ളം അടിക്കത്തില്ല. ഒറ്റയ്ക്ക് വെള്ളം അടിക്കത്തില്ല. അങ്ങനെ കാര്യങ്ങൾ ഇല്ലാതെ അങ്ങനെ വെള്ളം ഇറങ്ങത്തില്ല. ഞാൻ പണിയുടെ കാര്യം തിരക്കി ഇവിടെ വന്നതാണ്. നിങ്ങൾ പോയി വീട്ടിൽ നിന്ന് എന്തുവാ എന്തുവാ നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ എന്താ പറഞ്ഞേ? വിളിച്ചോണ്ട് പോ. എടുക്കുന്നു ആരെടുക്കണം? പൊക്ക്. നീ എടുത്തോണ്ട് പോ. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ പൊക്ക്. 3 നേരം വെള്ളം അടിച്ചാണോ? നമ്മളെന്തിനാ പൊക്കണോ? നമ്മൾ പൊക്കേണ്ട ഞാൻ പൊക്കടാ. നിങ്ങൾ വിളിച്ചോണ്ട് പോയി. എനിക്ക് വിളിക്കേണ്ട കാര്യം നിങ്ങൾ പൊക്കണ്ട. ഞാൻ നോക്കണം. പൊക്കണ്ട. റാമേ പൊക്കെടുക്ക്. എനിക്ക് പൊക്കാൻ പറ്റൂല. പിന്നെ ഇനി ഞാൻ പൊക്കണം. അങ്ങേര് അവിടുന്ന് വന്ന 2 കാലിൽ അങ്ങേര് അവിടുന്ന് വന്ന പറഞ്ഞു മനസ്സിലായില്ല. ഇപ്പൊ എത്ര കാലിൽ കിടക്കുന്നത്? 4 കാലം അന്ന് എനിക്ക് അറിഞ്ഞൂടാ. വന്നപ്പോ ഇങ്ങനെ കിടക്കണായിട്ട് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോകും. എനിക്കിതൊന്നും അറിയണ്ട. പൊക്ക്. നിങ്ങൾ എവിടെ പോണ്? നിങ്ങൾ ഇത് എവിടെ പോണ്? പൊക്കത് ഞാൻ എന്റെ വീട്ടിൽ പോകണം. നിങ്ങൾ വീട്ടിൽ പോവാ? നിങ്ങൾ പോണ എനിക്കൊന്ന് കാണണമല്ലോ. നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ പോയി. ഞാൻ ഇത്ര നേരം ക്ഷമിച്ച്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കും? മുക്കി കയറ്റുവോ? പോണേ. ഡിമോട്ടിനെ
സൂക്ഷിച്ചു കേട്ടില്ല. ആഹാ നമുക്ക് തേച്ച് വെള്ളം മേടിച്ച് പുറത്ത് കയറി ഇവിടെ കടിച്ചതും പോലെ ഞാൻ വീട്ടിൽ പോകാനാ. എന്തിനാ പോയി വിളിച്ചോണ്ട് പോ. എവിടെ വിളിച്ചോണ്ട് പോനാ? മാമേ ഒക്കെ എടുക്കും. പുതപ്പും കൂടെ ഇട്ട് മൂടി കൊടുക്കേ, ഒരു പുതപ്പും കൂടെ ഇട്ട് അവിടെ കിടക്കും സുഖമായി. നീ വീട്ടിൽ കൊണ്ടുവരാൻ വയ്യായിരുന്നോ? ഒന്ന് പണിയുടെ കാര്യം അറിയിക്കാൻ വേണ്ടി വന്നത് ഇവിടെ നമ്മൾ വല്ല അറിഞ്ഞു വന്നതാണോ? അറിഞ്ഞു വന്നതാണോ? എവിടെയെങ്കിലും വെള്ളം അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് കിടക്കണം. എടുത്തോണ്ട് പോയി പൊക്കുന്നുണ്ടോ നിങ്ങള്? പൊക്കാൻ പോണു. എന്താ പൊക്കിയാണ് നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ പൊക്കിയാൽ എന്താ കഴിക്കുന്നത്? വെള്ളം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ പൊക്കത്തൂടെ? അങ്ങനെ വീട് നടക്കുന്നുണ്ടില്ലയോ? ആര് വാങ്ങിക്കൊടുക്കുന്നു? ആര് വാങ്ങിക്കൊടുത്തു? നിങ്ങൾ രണ്ടെണ്ണം അവിടെ വാങ്ങിക്കൊടുത്തു. നിങ്ങൾ കണ്ട ഞാൻ വന്നപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ? പോയി പോയി ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ. നിങ്ങൾ സ്വഭാവമായിട്ട് നിങ്ങൾ എന്താ എന്നെ എന്തെടുക്കും? ഇങ്ങോട്ട് വന്ന് പറയും, ഇല്ലെങ്കിൽ അവരെ ഞാൻ ഇന്ന് റെഡിയാക്കും. എന്തുവാ? നീ മിണ്ടോ? നീ എന്നെ എന്താ റെഡിയാക്കും? എനിക്ക് ഇവരോട് സംസാരിക്കാൻ വയ്യ. നീ ഒന്ന് സംസാരിച്ച് നോക്ക്. എന്തോ ശ്രീ ഇത്? എന്താ കാണാൻ വയ്യയാ? നിങ്ങളെ കണ്ടിട്ടുണ്ട്. ആണോ? ഇത് വേറെ ഇനമാ. നിങ്ങൾ പൊക്കിത്. ഇത് പൊക്ക്. വേണേ വിളിച്ചോണ്ട് പോ. ഇത് പൊക്കുന്നാ. നമ്മൾ പൊക്കാനോ? നമ്മളെന്തിനും ഇങ്ങനെ പൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ. ഇനി ഭാര്യയായത് മക്കളായത് ഒന്നും അറിഞ്ഞൂടെ. ഇങ്ങനെ വിറ്റായി തറ വീട് എനിക്കറിയാം. ഇതാണ് കുഴപ്പം. വാ അങ്ങോട്ടോ. ഞാൻ കേട്ടില്ല നിങ്ങളെ. കണ്ട ഇങ്ങനെ വിറ്റായി കഴിഞ്ഞാൽ എനിക്കറിയാം. അണ്ണാ എന്നെ അറിഞ്ഞൂടെ? അണ്ണാ എന്നെ അറിഞ്ഞൂടെ? ഞാൻ നിങ്ങൾ അവിടെ പണിക്ക് വിളിച്ചിട്ട് വന്നിട്ട് അല്ല പിന്നെ ഇതേ നമ്മുടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ്, ഒളിക്യാമറ പ്രോഗ്രാമാണ്. നിക്ക് ചേട്ടാ നിക്ക്. ഇതേ ഒരു ഒളിക്യാമറ പ്രോഗ്രാമാണ് ബിഗ് പ്രാങ്ക്സ് എന്ന് പറയും. ഇവ ഇങ്ങനെ വിളിച്ച് പറ്റിക്കുമെന്ന് വിചാരിച്ചില്ലല്ലേ? പണി കാര്യമെന്ന് പറഞ്ഞു വിളിച്ച വെൽഡിങ് ആണല്ലേ. ഇവിടെ ഒരു വെൽഡിങ്ങിന്റെ പരിപാടി പണിയെടുത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ? ഇങ്ങനത്തെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ ഭർത്താക്കന്മാരെ പിറകെ വെള്ളമടിച്ച പിറകെ അന്വേഷിച്ച് നടന്ന് കൂടെ പോവില്ല. പോവില്ല, പോകേണ്ട കാര്യമില്ല. ഞാനും വെള്ളം അടിക്കുന്നതാണ്. അപ്പൊ ചേട്ടാ കുറച്ച് ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വാങ്ങണം. ചേട്ടാ ബിഗ് പ്രാങ്ക്സിന്റെ വക ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇലിപ്പോട് നൽകുന്ന സമ്മാനം. ഫാത്തിമ ഹോംമെയ്ഡ് കേക്ക് പറണ്ടോട് നൽകുന്ന സമ്മാനം. ദുബായ് ഹബ്ബ് പെർഫ്യൂം ചിന്നക്കട കൊല്ലം നൽകുന്ന സമ്മാനം. സുൽത്താൻ ലക്കി സെന്റർ പറണ്ടോട് നൽകുന്ന സമ്മാനം. അപ്പോ വെൽഡിങ് ചെയ്യാൻ വന്ന കുറച്ച് സമ്മാനങ്ങളാണ് ഇന്ന് കിട്ടിയത് അല്ലേ? അപ്പൊ ഇവിടുത്തെ പണി ഉണ്ട്, സ്ഥിരമായിട്ടുണ്ട്. അത് പോയിട്ടില്ല, അത് റാം പിടിച്ചു തരും. റാമിന്റെ റിലേഷൻ ആണല്ലേ?